അപ്പൊ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സബ്ട്രാക്ഷന്റെ വേർഡ് പ്രോബ്ലംസ് തുടങ്ങണം അല്ലേ? സബ്ട്രാക്ഷൻ എന്തൊക്കെയാ നമുക്കറിയാം, എങ്ങനെയൊക്കെ മൈനസ് ചെയ്യാനും ആഡ് ചെയ്യാനും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി അതിന്റെ കുറച്ച് വേർഡ് പ്രോബ്ലംസും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, പേജ് നമ്പർ 94 ഒന്ന് എടുത്ത് എല്ലാരും. നിങ്ങളുടെ ടെക്സ്റ്റിലെ പേജ് നമ്പർ 94. എന്താ ജൂലിയറ്റ്? മിസ് വീഡിയോ ഓഫ് ആയിട്ടുള്ള. മോളെ ഇതിന്റെ വീഡിയോ ഇടയ്ക്കിടയ്ക്ക് ഓഫ് ആവുന്നതാ, സിസ്റ്റത്തിന്റെ കംപ്ലൈന്റ് അത്. ഓക്കെ, അപ്പൊ പേജ് നമ്പർ 94 വേർഡ് പ്രോബ്ലംസ് എന്നൊരു ഹെഡിങ് ഉണ്ട്. അതിനകത്ത് എക്സാമ്പിൾ 1 ഒന്ന് നോക്കിയേ. വേർഡ് പ്രോബ്ലംസിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് നിങ്ങൾക്ക് ഫുൾ മാർക്കും ആ പ്രോബ്ലത്തിന് വാങ്ങാൻ പറ്റും. എങ്ങനെ? യു മസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ മീനിങ് ഓഫ് ദാറ്റ് ക്വസ്റ്റ്യൻ. ആദ്യം എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ ഒരു 3-4 തവണ വായിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കണം. ക്വസ്റ്റ്യനിൽ എന്താ ചോദിക്കുന്നത്, വാട്ട് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട്, എന്താ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, ഇതൊക്കെ മനസ്സിലായാല് വേർഡ് പ്രോബ്ലംസിൽ നിങ്ങൾക്ക് ഫുൾ മാർക്കും കിട്ടും. സബ്ട്രാക്ഷനും അഡീഷനും അറിയുന്ന ഒരു കുട്ടിക്കാണെങ്കിൽ വേർഡ് പ്രോബ്ലംസിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എഴുതിയിട്ട് ഫുൾ മാർക്ക് വാങ്ങാൻ പറ്റും. അപ്പൊ ആദ്യം എന്താ ചെയ്യണ്ടേ? സാവധാനം ക്വസ്റ്റ്യൻ വായിച്ചു നോക്കുക. ഇപ്പൊ മിസ് എക്സാമ്പിൾ 1ന്റെ ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ എല്ലാവരും ടെക്സ്റ്റ് തന്നെ നോക്കണം. ഓരോ വേർഡും മിസ് വായിക്കുന്ന ഓരോ വേർഡും നിങ്ങൾ കണ്ടിരിക്കണം. ഇടയ്ക്ക് വെച്ച് ആരോടെങ്കിലും വായിക്കാൻ പറഞ്ഞാൽ വായിക്കുകയും വേണം. ഓക്കെ, എക്സാമ്പിൾ 1. Rita had 450 pence in her shop. At the end of the day, 118 pence were left. How many pence were sold that day? ഒരു തവണ വായിച്ചാലൊന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാവില്ല. ഐ നോ ദാറ്റ്. അപ്പൊ എന്താ ചെയ്യണ്ടേ? 2, 3, 4 തവണ നിങ്ങൾ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണം. ഇപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ കയ്യിൽ കിട്ടി. നിങ്ങൾ എല്ലാവരും മിസ് വായിക്കുന്നതിന് കൂടെ ഒന്നും കൂടി വായിച്ചു നോക്കിയേ. Rita had 450 pence in her shop. At the end of the day, 118 pence were left. How many pence were sold that day? മനസ്സിലായോ? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഇല്ല, ക്വസ്റ്റ്യൻ വായിക്കുമ്പോൾ അത് തന്നെ ശ്രദ്ധിക്കണം. ഒന്നുകൂടി വായിച്ചു തരാം. റീത്ത ഹാഡ്, റീത്ത എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ പേര്. റീത്ത ഹാഡ് 450 pence in her shop. At the end of the day, 118 pence were left. How many pence were sold that day? റീത്ത എന്ന് പറയുന്ന ഒരാളുടെ ഷോപ്പില് 450 pence ഉണ്ട്. 450 pence, 450 പെൻ ഉണ്ട്. At the end of the day, ഒരു ദിവസം കട പൂട്ടാനാവുമ്പോഴത്തേക്കും 118 pence were left. ഒരു ദിവസം രാത്രി കട പൂട്ടാനാവുന്ന സമയമാകുമ്പോഴത്തേക്കും 118 pence മാത്രമേ ആ കടയിൽ ബാക്കിയുള്ളൂ. എന്താ സിദ്ധു? പേജ് നമ്പർ 94 ക്വസ്റ്റ്യൻ, എക്സാമ്പിൾ 1. എക്സൈസ് 3.4 താഴെ വേർഡ് പ്രോബ്ലംസ് എന്ന് കണ്ടില്ലേ? അതിന്റെ തൊട്ട് താഴെ എക്സാമ്പിൾ 1 കണ്ടോ? ഓക്കെ, അലൻ എന്താ പറയാനല്ലേ? എന്താ അലൻ? മിസ് എനിക്കൊന്നും പറയാനില്ല. പിന്നെ കൊറേ സമയമല്ലോ കൈ കാണിച്ചോണ്ടിരിക്കുന്നു.
ആഹാ ഓക്കെ മോനെ ആ റൂമിൽ ലൈറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ഇട്ടേ മോന്റെ ഫേസ് കാണുന്നില്ല മിസ്സിന് മിസ്സേ കറണ്ട് ഇല്ല ഇവിടെ ആ എന്നാ ഓക്കെ കുഴപ്പമില്ല ഓക്കെ അപ്പം ഈ ക്വസ്റ്റ്യൻ എന്താണ് മിസ് ഇപ്പൊ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം റീത്ത ഹാഡ് 450 pens in her shop റീത്തയുടെ ഷോപ്പില് 450 pens ഉണ്ട് 450 പെൻ ഉണ്ട് at the end of the day 118 pens were left രാത്രി കട പൂട്ടാനാവുന്ന സമയത്ത് റീത്ത എണ്ണി നോക്കുമ്പോഴത്തേക്ക് എത്ര പെന്ന് ബാക്കിയുണ്ട് were left എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളത് ബാക്കി വന്നിട്ടുള്ളത് ലെഫ്റ്റ് ബാക്കി ഓക്കെ ഒരു ദിവസത്തിന്റെ അവസാനം at the end of the day അതായത് കട പൂട്ടാനാവുന്ന സമയത്തേക്ക് 118 pens were left 118 pens മാത്രമേ അവിടെ ബാക്കിയുള്ളൂ അപ്പൊ എന്താ നമുക്ക് കണ്ടുപിടിക്കണ്ടേ we have to find out the number of pens that sold that day how many pens were sold that day അതായത് 450 പെൻ അവിടെ ഉണ്ടായിരുന്നു ഒരു ദിവസം രാവിലെ കട പൂട്ടാനാവുമ്പോഴത്തേക്കും 118 പെൻസ് മാത്രമേ ഉള്ളൂ അതിനർത്ഥം എന്താ ബാക്കിയുള്ള പെന്നൊക്കെ വിറ്റുപോയി അങ്ങനെയാണെങ്കിൽ ആ വിറ്റുപോയ പെന്നിന്റെ എണ്ണം എത്രയാണ് എങ്ങനെ കണ്ടുപിടിക്കാം 450 minus 118 450 minus 118 അല്ലേ അതവിടെ വർക്ക്ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്റ്റെപ്സ് എഴുതിയതൊന്ന് നോക്കിയേ സൊല്യൂഷൻ ക്വസ്റ്റ്യന്റെ തൊട്ട് താഴെ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്സ് നമ്പർ ഓഫ് പെൻസ് ഇൻ ദാറ്റ് ഷോപ്പ് ഈസ് ഈക്വൽ ടു 450 number of pens left is equal to 118 then we have to find out the number of pens sold number of pens sold is equal to adilla minus ചെയ്താൽ 332 ന്ന് ആൻസർ കിട്ടും ഓക്കേ അപ്പോൾ ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ ഫൈനലൈസ് ചെയ്ത ആൻസർ thus 332 pens were sold that day അതായത് 332 പെൻസ് ആണ് ആ ഒരു ദിവസം ആ കടയിൽ നിന്ന് വിറ്റുപോയത് അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ എക്സാമ്പിൾ 2 ഇത് നിങ്ങൾ ആരും നോട്ടിൽ എഴുതൊന്നും വേണ്ട ടെക്സ്റ്റിൽ വർക്ക്ഔട്ട് ചെയ്തിട്ടുള്ളത് തന്നെയല്ലേ ഓക്കെ എക്സാമ്പിൾ 2 ഔട്ട് ഓഫ് 4,538 students in a school 1,629 are boys find the number of girls എന്താ അറിയോ മിസ് ഇപ്പം പറയുന്ന പ്രോബ്ലം എനിക്ക് മനസ്സിലായി ഏത് പ്രോബ്ലം എക്സാമ്പിൾ 2 ആ മിസ് പറയുന്ന കണക്ക് എനിക്ക് മനസ്സിലായി അത് പറയാനാണോ കൈവന്നിച്ചേ ഓക്കെ എക്സാമ്പിൾ 2 എന്താ പറയുന്നേ ഔട്ട് ഓഫ് 4,538 students in a school 1,629 are boys find the number of girls ഇതൊന്നും മനസ്സിലാക്കാല്ലേ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഒന്നും കൂടി വായിച്ചു തരാം ഫവാസ് where are you ഫവാസ് എവിടെ പോയി ഫവാസിനെ കാണുന്നില്ല മോനെ ഫോൺ കുറച്ചും കൂടി ഒന്ന് തിരിച്ചു വെച്ചേ ഓക്കെ രണ്ടാമത്തെ എക്സാമ്പിൾ ഔട്ട് ഓഫ് 4,538 students in a school 1,629 are boys find the number of girls
ഫൈൻഡ് ദ നമ്പർ ഓഫ് ഗേൾസ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഗേൾസിന്റെ എണ്ണമാണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ എന്താ ക്വസ്റ്റ്യൻ? ഒരു സ്കൂളില് ഉള്ള ടോട്ടൽ സ്റ്റുഡൻസിന്റെ എണ്ണം തന്നിട്ടുണ്ട്. ഒരു സ്കൂളിലെ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുമ്പോൾ ബോയ്സും ഉണ്ടാവും ഗേൾസും ഉണ്ടാവും അല്ലെ? ബോയ്സും ഗേൾസും കൂടിയതായിരിക്കില്ലേ ടോട്ടൽ സ്റ്റുഡൻസ് എന്ന് പറയുന്നത്. അതിന്റെ കൂടെ ടോട്ടൽ ബോയ്സിന്റെ എണ്ണം എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ടോട്ടൽ ബോയ്സിന്റെ എത്ര എണ്ണം ഉണ്ടെന്ന് തന്നിട്ടുണ്ട്. Thus we have to find out the number of girls. നിങ്ങളുടെ ക്ലാസ്സിൽ 20 സ്റ്റുഡൻസ് ഉണ്ട്. അതില് 12 സ്റ്റുഡൻസ് ബോയ്സ് ആണെങ്കിൽ ഗേൾസിന്റെ എണ്ണം എത്രയായിരിക്കും? 20 minus 12, 8 girls. അതേ ക്വസ്റ്റ്യൻ തന്നെയാണ് ഇവിടെയും പറഞ്ഞിരിക്കുന്നത്. അതിന്റെ സൊല്യൂഷൻ ഒന്ന് നോക്കിയേ. Total number of students is equal to 4538. Then number of boys is equal to 1629. Next step, number of girls is equal to 4538 minus 1629. അതിൽ നിന്ന് subtract ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ 2909 എന്ന് കിട്ടും. Thus the finalized answer is there are 2909 girls in this school. മനസ്സിലായോ? ചെയ്തത് മനസ്സിലായോ? അപ്പൊ നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ഒരു വേർഡ് പ്രോബ്ലം കിട്ടിയാല് ഒരു 4ഓ 5ഓ തവണ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് അതിന്റെ മീനിങ് മനസ്സിലാക്കുക. വെറുതെ വായിച്ചാൽ പോരാ, മനസ്സിരുത്തി വായിച്ചാലേ അതിന്റെ മീനിങ് കിട്ടുള്ളൂ. അപ്പൊ എക്സസൈസ് 3.5 കണ്ടോ? പേജ് നമ്പർ 95. എക്സസൈസ് 3.5. അതിനകത്ത് ഒരു 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ആ 5 ക്വസ്റ്റ്യൻസ് നമുക്കിപ്പോ ഡിസ്കസ് ചെയ്യാം. ഓക്കെ? എന്താ ബെനീറ്റ? എക്സസൈസ് 3.5 നമ്മൾ 2 എഴുതി. 2 എഴുതിയതാണോ? എഴുതിയതാണോ? യെസ്, ഓക്കെ. അപ്പൊ മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെയും കൂടി നമുക്ക് പറയാം. ആരാ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കുന്നേ? Who is ready to read the third question? പെട്ടെന്ന് റെഡി. വായിച്ചാൽ മാത്രം പോരാ, മനസ്സിരുത്തി വായിച്ചതിന്റെ മീനിങ് കൂടി പറഞ്ഞു തരണം. Who is ready? ഇപ്പൊ ആരും റെഡി അല്ല അല്ലേ? ഓക്കെ, വായിച്ചാൽ മാത്രം മതി. ആരാ വായിക്കുന്നേ? നോക്കട്ടെ ആർക്കാ വായിക്കാൻ. കൈ പൊന്തിക്കാൻ മടിച്ചു നിൽക്കുന്ന സെൽന. മടിയില്ല എന്നാ സെൽന ക്വസ്റ്റ്യൻ വായിച്ചോ. After both tops to distributed among 200 children on Children's Day, it was found that there were only 187 tops. How many more tops should he buy so that all the children get on 1 top each? ടോഫി. മോള് വായിച്ചത് പ്രൊണൗൺസിയേഷൻ തെറ്റായിരുന്നു. ടോഫി എന്നാട്ടോ വായിക്കാം. ഓക്കെ, അപ്പൊ എന്താ ടോഫി എന്ന് പറഞ്ഞാല്? ചോക്ലേറ്റ്. അതായത് ഇങ്ങനെ തിരിച്ചു തുറക്കുന്ന മുട്ടായി ഇല്ലേ? പാക്കറ്റ് ഇങ്ങനെ തിരിച്ചിട്ട് തുറക്കുന്ന രണ്ട് സൈഡ് ഇങ്ങനെ തിരിച്ചു വെച്ചിട്ടുള്ളത്, അതിനെയാണ് ടോഫി എന്ന് പറയുന്നത്. ഓക്കെ, ഈ ലാക്ടോക്കിങ്ങും എക്ലൈസും പിന്നെ മിൽക്കി ബാറിന്റെ 1 രൂപയുടെ മിൽക്കി ബാർ ഒക്കെ ഇല്ലേ, അതിനെ അങ്ങനെയുള്ള മുട്ടായിനെ നമ്മൾ ടോഫി എന്ന് പറയുന്നത്. ഓക്കെ, Avtar bought toffees to distribute among 200 children on Children's Day. അവതാർ എന്ന് പറയുന്ന ഒരാള് ചിൽഡ്രൻസ് ഡേയില് 200 ചിൽഡ്രൻസിന് കൊടുക്കാൻ വേണ്ടി ടോഫി വാങ്ങി, ചോക്ലേറ്റ് വാങ്ങി. It was found that
there were only 187 toffees. അപ്പൊ അവതാർ ഈ ഓരോ കുട്ടികൾക്കും ടോഫി കൊടുത്ത് പോയ സമയത്ത് എന്ത് മനസ്സിലായി? There were only 187 toffees. 200 childrensന് കൊടുക്കാനുണ്ട്. 200 കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി വാങ്ങിയതാണ്. But 187 toffees മാത്രമേ അവതാറിന്റെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. Okay, then we have to find out how many more toffees should he buy so that all the children get one toffee each. ഇനി ഈ 200 കുട്ടികൾക്കും മുഴുവനായിട്ട് കൊടുക്കാൻ വേണ്ടി ഇനി എത്ര ടോഫി കൂടി വാങ്ങണം? എങ്ങനെ കണ്ടുപിടിക്കും? 200 minus 187 അല്ലേ? അതൊന്ന് മൈനസ് ചെയ്തിട്ട് ആൻസർ കണ്ടുപിടിച്ചേ. എന്താ അലൻ? രണ്ടാമത്തെ ചെയ്തതല്ലേ? രണ്ടാമത്തെ ചെയ്തില്ലേ? രണ്ടാമത്തെ ചെയ്തു, പക്ഷെ ആൻസർ കിട്ടിയില്ല. രണ്ടാമത്തെ ആൻസർ 63. ഒന്നാമത്തെ ആൻസർ 160. രണ്ടാമത്തെ ആൻസർ 63. മൂന്നാമത്തെ ആൻസർ നിങ്ങൾ ഇപ്പൊ കണ്ടുപിടിച്ചോ? 200 minus 187. കിട്ടിയോ എത്രയാന്ന്? കണ്ടുപിടിക്ക് വേഗം. സ്റ്റെപ്സ് വേണോ? സ്റ്റെപ്സ് പറഞ്ഞോ? നോ, സ്റ്റെപ്സ് പറഞ്ഞേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന സ്റ്റെപ്സേ ഉള്ളൂ. ഫവാസ് എന്താ എഴുതാത്തെ? സിദ്ധാന്തം എഴുതുന്നില്ലല്ലോ. എന്താ എഴുതാത്തെ? എന്റെ ആൻസർ കണ്ടുപിടിച്ചേ. എന്താ മോനെ? എന്താ സിദ്ധു? കേൾക്കുന്നില്ല മോനെ, അൺമ്യൂട്ട് ചെയ്തേ. മനസ്സിലാവുന്നില്ല. മനസ്സിലാവുന്നില്ലേ? ക്ലിയർ ആവായിട്ടാ? ഏതാ പറയുന്നേന്നോ? എക്സസൈസ് 3.5 മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 95. ചെയ്ത് കഴിഞ്ഞോ? ബെനീറ്റ ചെയ്ത് കഴിഞ്ഞോ? സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് കാണിച്ചു തരുമോ? ആൻസർ കാണിച്ചു തരണോ? ഓക്കെ. സ്റ്റെപ്സ് മിസ് പറഞ്ഞുതരാം കേട്ടോ. Total number of children. സ്റ്റെപ്സിൽ മാറ്റം വന്നാലും കുഴപ്പമില്ല. Total number of children is equal to 200. പിന്നെ number of toffees is equal to 187.
number of toffees he has to buy equal to 200 minus 187. That is equal to 13. That is equal to 13. 13 തന്നെയാണോ കിട്ടിയേ? എഴുതി കഴിഞ്ഞോ? കഴിഞ്ഞോ? ഓക്കെ, കഴിയാത്തവര് ടെൻഷൻ അടിക്കണ്ട. ഇത് മിസ് ഗ്രൂപ്പിൽ ഇട്ടുതരാം കേട്ടോ. അത് നോക്കി എഴുതിയാൽ മതി. നെക്സ്റ്റ്, ഫോർത്ത് ക്വസ്റ്റ്യൻ. A book has 328 pages. Tina read 142 pages. How many more pages does she have to read to complete the book? എന്താ അവണി? മിസ്സേ, ഒന്നും രണ്ടും ടീച്ചർ പഠിപ്പിച്ചിട്ടേ, ടീച്ചർ എഴുതിച്ചിട്ടേ ആ ക്ലാസ്സിന് ഉണ്ടായിട്ടാ. ആ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ലേ? 1, 2 ക്വസ്റ്റ്യൻ ആൻസർ ഇല്ലേ, അത് ആ ക്ലാസ്സിൽ ഞാൻ ഉണ്ടായിട്ടില്ല അല്ലെ? ഓക്കെ, അപ്പൊ നിങ്ങളോട് എല്ലാവരോടും കൂടി ഒരു കാര്യം കൂടി മിസ് പറയട്ടെ. നിങ്ങള് സാധാരണ ക്ലാസ്സിൽ വരുന്ന സമയത്ത്, നോർമൽ സ്കൂളില് ക്ലാസ്സിൽ വരുന്ന സമയത്ത് ഒരു ക്ലാസ് മിസ്സായാല് അത് നിങ്ങൾക്ക് ഭയങ്കര നഷ്ടമാണ്. കാരണം ആ ക്ലാസ് പിന്നെ കിട്ടില്ല അല്ലെ? All of you listen here. ആ ക്ലാസ് നിങ്ങൾക്ക് പിന്നെ കിട്ടില്ല സാധാരണ നോർമൽ നിങ്ങൾ സ്കൂളിൽ വരുന്ന സമയത്ത്. ബട്ട് at this situation നമ്മൾ ഓൺലൈൻ ക്ലാസ് അല്ലേ എടുക്കുന്നേ അല്ലേ? ഓൺലൈൻ ക്ലാസ് എടുക്കുന്നു വെച്ചാല് നിങ്ങൾക്ക് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളുടെ മുന്നിലുണ്ട്. കാരണം ഒന്നുകിൽ നിങ്ങൾക്ക് ഓൺലൈൻ ലൈവ് ആയിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്യാം, അതല്ലെങ്കിൽ ക്ലാസ് മിസ് ആവുന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് ചെയ്തു തരുന്നുണ്ട്, ക്ലാസ് ടൈമിൽ നമ്മൾ ഇത് റെക്കോർഡ് ചെയ്തിട്ട് ഇതിന്റെ വോയിസ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ട് തരുന്നുണ്ട്. ഇല്ലേ? ഇതേ ക്ലാസിന്റെ വോയിസ് ക്ലിപ്പ് നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അതും പോരാതെ ഈ ക്ലാസിന്റെ വീഡിയോ, ക്ലാസ്സിൽ എന്തൊക്കെ നടക്കുന്നു, ക്ലാസ്സിൽ എന്തൊക്കെ സ്ക്രീൻ ഷെയർ ചെയ്ത് തരുന്നുണ്ട്, എന്തൊക്കെ നോട്ട്സ് ആണ് സ്ക്രീൻ ഷെയർ ചെയ്ത് തരുന്നത്, എന്തൊക്കെ ആൻസേഴ്സ് പറഞ്ഞു തരുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും അടങ്ങുന്ന ലൈവ് വീഡിയോ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് അതിന്റെ ലിങ്കും കൂടി നമ്മൾ തരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഒരു ക്ലാസ് മിസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? അത് ഏത് ദിവസത്തെ ക്ലാസ് ആണെന്ന് നോക്കിയിട്ട് ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് യൂട്യൂബിലുള്ള ആ വീഡിയോ കാണാൻ പറ്റും അല്ലെ? നിങ്ങൾ ലൈവ് ആയിട്ട് ക്ലാസ്സിൽ ഇരിക്കുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾക്ക് എന്താ അതിനെ കൊണ്ടുള്ള ഗുണം എന്താ? എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാം. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും
ഒരു തവണയല്ല, 2 തവണയല്ല, എത്ര തവണ വേണമെങ്കിലും നിങ്ങൾക്ക് ആ ക്ലാസ് റിപ്പീറ്റ് ചെയ്ത് കാണാൻ പറ്റും. അതിനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു തരുന്നത്. യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതും നിങ്ങൾക്ക് ലിങ്ക് തരുന്നതും. ലിങ്ക് തരുമ്പോൾ ഞങ്ങൾ കറക്റ്റ് ആയിട്ട് ക്ലാസിന്റെ പേര്, ഇപ്പൊ ക്ലാസ് 3 നിങ്ങളുടെ 3ാം ക്ലാസ്സിന്റെ മാത്സിന്റെ ക്ലാസ് ആണെങ്കിൽ ക്ലാസ് 3 മാത്സ്, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇന്നത്തെ ക്ലാസ്സിന്റെ ഡേറ്റ് കൂടിയിട്ട് തരുന്നുണ്ട് അല്ലേ, 17 നവംബർ 2020. ആ ഒരു രീതിയിലാണ് നിങ്ങൾക്ക് ലിങ്ക് തരുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഏത് ദിവസത്തെ ക്ലാസ് മിസ്സായാലും നിങ്ങൾക്ക് യൂട്യൂബിൽ കയറിയിട്ട് ആ ക്ലാസ് കാണാം അല്ലേ. അപ്പോ ഇനി മുതൽ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഒരു കാരണവശാലും ഓൺലൈൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴോ നോട്ട് എഴുതിയോ എന്ന് ചോദിക്കുമ്പോഴോ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഇല്ലായിരുന്നു അല്ലെങ്കിൽ മിസ് അത് പഠിപ്പിച്ച ദിവസം ഞാൻ ആബ്സെന്റ് ആയിരുന്നു എന്ന് ഒരാള് പോലും പറയാൻ പാടില്ല. You cannot say like that. നിങ്ങൾക്ക് ഒരിക്കലും അത് പറയാനുള്ള അവകാശം ഇല്ല നിങ്ങൾക്ക് ശരിക്കും. കാരണം ഞങ്ങൾ എന്ത് തരുന്നുണ്ട്, ഓരോ ക്ലാസ് നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു തരുന്നുണ്ട്. ഏത് ക്ലാസ് മിസ്സായാലും നിങ്ങൾക്ക് അത് മിസ്സാവാത്ത രീതിയിൽ ഞങ്ങൾ എല്ലാ ക്ലാസ്സും നിങ്ങളുടെ അടുത്തേക്ക് എത്തിച്ചു തരുന്നുണ്ട് അല്ലേ. ഒരു കാരണവശാലും നിങ്ങൾ ഓൺലൈൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ അത് പഠിപ്പിച്ച ദിവസം ഞാൻ ക്ലാസ്സിൽ കയറിയില്ല അല്ലെങ്കിൽ അത് എഴുതാൻ പറഞ്ഞ ദിവസം ഞാൻ ക്ലാസ്സിൽ ഇല്ലായിരുന്നു എന്നൊരു വാക്ക് ഒരു കുട്ടി പോലും പറയാൻ പാടില്ല. ക്ലാസ് ഒരു ദിവസം നിങ്ങൾക്ക് മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അന്നത്തെ ദിവസത്തെ ക്ലാസ് ഗ്രൂപ്പിന്റെ മെസ്സേജ് നോക്കുക, അതിന്റെ ലിങ്ക് നോക്കുക, ലിങ്കിൽ കയറിയിട്ട് യൂട്യൂബിൽ കയറി ക്ലാസ് കാണാം. ക്ലാസ് കാണുക മാത്രമല്ല ഹോംവർക്ക് ചെയ്യുക, നോട്ട്സും കംപ്ലീറ്റ് ആക്കുക. ചിലപ്പോൾ നോട്ട്സ് വൈകിട്ടായാലും എങ്ങനെയായാലും നിങ്ങളുടെ കയ്യിലേക്ക് ഞങ്ങൾ എല്ലാ സാധനങ്ങളും എത്തിച്ചു തരുന്നുണ്ട്. ക്ലാസ് എത്തിച്ചു തരുന്നുണ്ട്, നോട്ട്സ് എത്തിച്ചു തരുന്നുണ്ട്. നിങ്ങളുടെ ക്ലാസ് ഗ്രൂപ്പ് മാത്രം നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി വാട്സപ്പിന്റെ. അപ്പൊ ഇനി ഒരു കുട്ടി പോലും ഇങ്ങനെ ഒരു കാര്യം ഒരു ടീച്ചർമാരുടെ അടുത്തും പറയാൻ പാടില്ല. ഞാൻ ആ ക്ലാസ്സിൽ ഇല്ലായിരുന്നു, അത് പഠിപ്പിക്കുമ്പോൾ ഞാൻ ആബ്സെന്റ് ആയിരുന്നു. ഓക്കെ, ഇനി ആരും അങ്ങനെ ഒരു വാക്ക് പറയണ്ട. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഈ ക്ലാസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. യു ഹാവ് നോ ലിമിറ്റേഷൻ. നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ആ വീഡിയോ കാണാം. കുറെ തവണ കണ്ടിട്ടും ഡൗട്ട് വരുന്നുണ്ടെങ്കിൽ മാത്രം പഠിക്കുന്ന സമയത്ത് ഡൗട്ട് വരുമ്പോൾ മാത്രം എന്ത് ചെയ്താൽ മതി? ടീച്ചറെ വിളിച്ച് ചോദിക്കോ എന്തെങ്കിലും ചെയ്താൽ മതി. അപ്പൊ സാധാരണ നിങ്ങൾ സ്കൂളിൽ വരുന്ന പഠിക്കുന്നതിനേക്കാളും എത്രയോ നല്ല നല്ല അവസരങ്ങളാണ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം നിങ്ങൾക്ക് സ്കൂളിൽ വന്നില്ലെങ്കിൽ ആ ദിവസത്തെ ക്ലാസ് പോയത് തന്നെയാ, പിന്നെ ക്ലാസ് കിട്ടില്ല അല്ലെ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ലല്ലോ. എത്ര തവണ വേണമെങ്കിലും എവിടെ വേണമെങ്കിലും ഇരുന്നിട്ട് നിങ്ങൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യാം. അപ്പൊ ഇനി മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. ഇനി ആരും അങ്ങനെ പറയണ്ട. കേട്ടല്ലോ? ഹോംവർക്ക് അപ്പൊ കൃത്യമായിട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നിങ്ങൾക്ക് ടൈം തീരാറായ 2 മിനിറ്റും കൂടെ ഉള്ളൂ. ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ 4ാമത്തെ 5ാമത്തെയും ക്വസ്റ്റ്യൻ ഇല്ലേ, ഇപ്പോ ഈ ക്ലാസ് കഴിഞ്ഞ ഉടനെ തന്നെ ആ 4ാമത്തെയും 5ാമത്തെയും ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. ഓക്കെ, വായിച്ചു നോക്കിയിട്ട് മനസ്സിലാവുന്ന വരെ വായിക്കാം. എന്നിട്ട് കിട്ടുന്നില്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ ആരാണ്ടോന്ന് വെച്ചാൽ ചോദിക്കുക. ആരാ അടുത്തുള്ളതെന്ന് വെച്ചാൽ അവരോട് ചോദിച്ചിട്ട് അതിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിച്ച് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരുമോ? ഇപ്പൊ തന്നെ, ഇപ്പൊ ആരും ക്ലാസ് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് എഴുന്നേക്കണ്ട. ഫോണൊക്കെ അവിടെ മാറ്റി വെച്ച് ടെക്സ്റ്റും നോട്ടും മാത്രം കയ്യിൽ വെച്ചിട്ട് അതിന്റെ ആ 2എണ്ണത്തിന്റെ ആൻസർ ഒന്ന് കണ്ടുപിടിക്കൂ. ഇന്നത്തെ ഹോംവർക്ക് ആ 2 മാത്രം മതി. അപ്പൊ ഇന്നിപ്പൊ ഈ ക്ലാസ്സിലുള്ള 16-17 പേരുടെ ഹോംവർക്ക് എനിക്ക് 3:30 മുന്നേ തന്നെ കിട്ടിയിട്ടുണ്ടാവണം. ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ, നിങ്ങളുടെ കയ്യിൽ ഫോൺ ഉള്ളത് കൊണ്ടാണല്ലോ നിങ്ങൾ ഇപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. ചെയ്ത് കഴിഞ്ഞ ഉടനെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ഹോംവർക്കിന്റെ ഫോട്ടോ എടുത്തിട്ട് എനിക്ക് പേഴ്സണലായിട്ട് അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം കേട്ടോ. ബൈ.